ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലിജി റാൽഫി. ഞാൻ ഒല്ലൂര് സെൻറ്റ് ആൻ്റണീസ് ഫെറോന ചർച്ച്, പ്രസിദ്ധമായ വിശുദ്ധ റപ്പാൽ മാലാഖയുടെ മാധ്യസ്ഥമുള്ള സെൻറ്റ് ആൻ്റണീസ് ഫെറോന ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 27 നവംബർ 2021 ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 2021 ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ആ സമയത്ത് എനിക്ക് വളരെയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് വഴി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ ആയിരിക്കുന്നത് എൻ്റെ മകൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു സാക്ഷ്യം അവൻ പറയുന്നതായിരിക്കും. എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. ഞാൻ കഴിഞ്ഞ വർഷം 2024 13 ജാനുവരിയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ 10 പഠിക്കുമ്പോൾ എനിക്ക് കെമിസ്ട്രിയിൽ വല്ല മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഒരു 100-ലുള്ള ഒരു എക്സാമിന് എനിക്ക് മാക്സിമം 54-55 മാർക്കേ കിട്ടുമായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പ്രീ മോഡലിന് 55-54 മാർക്ക് കിട്ടുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് കെമിസ്ട്രി മിസ് വിളിക്കുമായിരുന്നു, ഫ്രാൻസിസിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച്. അങ്ങനെ ഇരിക്കവേ എക്സാമിനേഷൻ ഹാൾ ടിക്കറ്റ് എനിക്ക് അച്ഛനെ വന്ന് കാണിക്കാനും അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടാനും സാധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ബോർഡ് എക്സാം എഴുതാൻ പോയി. എനിക്ക് കെമിസ്ട്രിയിൽ 100-ൽ 90 മാർക്ക് വാങ്ങാൻ സാധിച്ചു ബോർഡ് എക്സാമിന്. അത് ഒന്നാമത്തെ അനുഭവം. രണ്ടാമത്തെ അനുഭവം എനിക്ക് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ വർഷം നീറ്റിന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അച്ഛൻ ഡെയിലി ബ്രെഡിൽ എപ്പോഴും പറയുമായിരുന്നു, അതായത് നമുക്ക് വചനങ്ങളിലൂടെ നമ്മളോട് ദൈവം സംസാരിക്കുമെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാവുന്നൊരു വചനമാണ് സങ്കീർത്തനം 57:2. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അപ്പോൾ എനിക്ക് എക്സാമിന് എഴുതി റിസൾട്ട് വന്നപ്പോഴും 57:2 എന്ന ഫിഗറിനോട് അനുബന്ധിച്ചുള്ളൊരു റിസൾട്ടാണ് കിട്ടിയത്, 57,101. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ എനിക്ക് സാധിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് സെൻറ്റ് ജോൺസിൽ അഡ്മിഷൻ കിട്ടി, സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോഴും അഡ്മിഷൻ പ്രൊസീജിയറിലും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം എനിക്ക് സാധിച്ചു. അതായത് ശനിയാഴ്ചയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്, കഴിഞ്ഞ ശനിയാഴ്ച. അപ്പം ശനിയാഴ്ച പോയപ്പോൾ നമ്മൾ ഒന്നാമത്തെ തന്നെ കേരളത്തിൽ നിന്ന് അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ മമ്മിക്ക് ബാങ്കിൽ ജോലിയുള്ളതുകൊണ്ട് ലീവ് അധികം പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ ശനിയാഴ്ച തന്നെ എല്ലാം അഡ്മിഷൻ പ്രൊസീജിയേഴ്സും കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിലോട്ട് തിരിച്ചു വരണം. ഞങ്ങൾ ശനിയാഴ്ച ബാംഗ്ലൂരിലോട്ട് ചെന്നപ്പോൾ അവിടെ ശനിയാഴ്ച 2 മണി വരെ കോളേജിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിലുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ലൈനിൽ നിന്നു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ലൈനിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഒരു ഫയൽ തരും, അതിൽ ഡീനിൻ്റെയും ഡയറക്ടറിൻ്റെയും അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരുടെയും ഒപ്പ് നമ്മൾ എടുക്കണം. നമ്മളവിടെ പോയി അവരെ കണ്ട് അവരെ ചെറിയൊരു ഇൻ്റർവ്യൂ നടത്തി നമ്മൾ ഒപ്പെടുക്കണം. അതിന് വലിയൊരു ക്യൂ ഉണ്ട്. അപ്പം എങ്ങനെയാണ് ഇത് അവസാനിപ്പിച്ച് 2 മണിക്കുള്ളിൽ അവസാനിപ്പിച്ച് വരാം എന്നുള്ളത് ഭയങ്കര വലിയൊരു ടാസ്ക് ആയിരുന്നു. അത് എങ്ങനെയാണെന്നറിയില്ല. ദേവമാതാവ് കൂടെ നിന്ന് എല്ലാം നടത്തി തന്ന് നമുക്ക് മറ്റുള്ളവരെക്കാളും സ്പീഡിൽ 1 മണിക്കുള്ളിൽ തന്നെ നമുക്ക് തിരിച്ചു വരാൻ സാധിച്ചു. അത് വലിയൊരു അനുഭവമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. 2 പ്രാവശ്യം കൃപാസനം ജപമാല റാലിയിൽ പങ്കെടുക്കാനായിട്ട് കർത്താവ് എനിക്ക് അനുവദിച്ചു. ഈ ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ഇടയിലും ജപമാല റാലിയിൽ കഴിഞ്ഞ വർഷം പ്രത്യേകം ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ഉണ്ടാവുകയും അവിടെയൊക്കെ ആളുകളെ കൺട്രോൾ ചെയ്യേണ്ട സ്വയം ഞാനൊരു വളണ്ടിയറായിട്ട് മാറുകയും ചെയ്തു. അവിടെ ആ സമയത്ത് അവിടെ ശ്വാസം കിട്ടാതെ കുറച്ച് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയും ഞാൻ എന്നെ തിരിഞ്ഞു നിന്ന് അവരോട് നിങ്ങൾ നിൽക്ക് എന്ന് പറഞ്ഞ് ആളുകളെയൊക്കെ കൺട്രോൾ ചെയ്യാനും അങ്ങനെ ഒരു വലിയൊരു അനുഭവം 2 ജപമാല റാലിയിലും എനിക്ക് കൂടെ വരാനും ഞങ്ങളുടെ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ കൂടെ വരാനും എനിക്ക് ആ സമയത്ത് ആളുകളെ കർത്താവ് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. എനിക്ക് ഇവന് മൂത്തായ ഒരു മോനും കൂടിയുണ്ട്. 2 മക്കളുടെയും ഫോട്ടോ ഞാൻ വെച്ചിട്ട്, അവൻ ജോലി ചെയ്യാണ്, അവരുടെ ഫോട്ടോയിൽ ഇവന് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അവരുടെ ഫോട്ടോയിൽ എന്നും ഉടമ്പടി തൈലം ഞാൻ കുരിശ് വരച്ചിട്ട് പ്രാർത്ഥിക്കും. അതിൻ്റെ ഒരു വലിയ സംരക്ഷണം എൻ്റെ മക്കൾക്ക് പരിശുദ്ധ അമ്മ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം കഴിഞ്ഞ വർഷം തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ഞാൻ ഹസ്ബൻഡ് സ്കൂട്ടറിൽ വരുമ്പോൾ വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും ടയർ പൊട്ടി ഞങ്ങൾ വീണു. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്കും ഒന്നും സംഭവിച്ചില്ല. ഞാൻ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ നെഞ്ചടിച്ചാണ് വീഴുന്നത്. പക്ഷേ എനിക്ക് ഒരു പോറൽ പോലും ഒന്നും ഏറ്റില്ല. പരിശുദ്ധ അമ്മ എന്നെ അവിടെ കാത്ത് പരിപാലിച്ചു. അതുപോലെ തന്നെ ഇവൻ്റെ അഡ്മിഷന് വേണ്ടി പോയപ്പോഴും
കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ ഒല്ലൂർ ഏഞ്ചൽസ് കൃപാസനം എന്ന ഒരു കൂട്ടായ്മ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ആദ്യം കുറച്ച് പേരായിട്ട് തുടങ്ങിയതാണ്. പിന്നീട് അത് വളരെ വലിയൊരു കൂട്ടായ്മയായി മാറുകയും ഞങ്ങൾ എല്ലാ മാസവും ജീവകാരുണ്യ പ്രവർത്തികൾ ഒരുമിച്ച് ചെയ്യുകയും അതുപോലെ തന്നെ അഖണ്ഡ ജപമാല എല്ലാ വീടുകളിലും മാറി മാറി ഓരോ വീടുകളിലും ഒരു മാസം ഒരു വീട്ടിൽ, അടുത്ത മാസം അടുത്ത വീട്ടിൽ, അങ്ങനെ അഖണ്ഡ ജപമാല സംഘടിപ്പിക്കുകയും വളരെയേറെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾക്ക് അതുവഴി ചെയ്യാനും പറ്റുന്നുണ്ട്. പേഴ്സണലായിട്ട് ബാംഗ്ലൂർ പോവും എന്ന് ഇന്നലത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്ന പോലെ മഴ പെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ കുട പിടിച്ചു. അതുപോലെ ബാംഗ്ലൂർ പോവും, ഇവന് അഡ്മിഷൻ ബാംഗ്ലൂർ കിട്ടുമെന്ന് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറയുകയും ഞാൻ ഇംഗ്ലീഷ് പത്രം മേടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ബാംഗ്ലൂർ അഡ്മിഷന് പോകുമ്പോൾ അവിടെ ഇംഗ്ലീഷ് പത്രം കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട്. അതുപോലെ തന്നെ എനിക്കത് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇംഗ്ലീഷ് പത്രം വിതരണം ചെയ്യാൻ പറ്റി. അത് ആദ്യമായിട്ടാണ് ഞാൻ അന്യഭാഷാ പത്രം വിതരണം ചെയ്യുന്നത്. മിക്കവാറും ഞാൻ KSRTC ബസ്സുകളിൽ, വിദൂര ബസ്സുകളിൽ, KSRTC തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ ബസ്സുകളിൽ കയറിയിട്ടാണ് പത്രം കൊടുക്കാറുള്ളത്. ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഓഫീസിൽ ബാങ്കിൽ എൻ്റെ മുന്നിലേക്ക് വരുന്ന എല്ലാവരോടും അവരെ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ കൃപാസനത്തെക്കുറിച്ച് പറയാനും ജാതി മതഭേദമന്യേ കൃപാസനത്തിൻ്റെ ഒരു വക്താവായി പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം ഞങ്ങളുടെ കുടുംബത്തോടു കൂടെ എന്നും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 1 49-50 തിരുവചനങ്ങൾ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല കുടുംബത്തിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. ഈ മകൾ ഇവിടെ ഓൾറെഡി ഒരു സാക്ഷ്യം ഏറ്റുപറഞ്ഞതാണ്. തൻ്റെ ജീവിതത്തിലുണ്ടായൊരു വലിയ അത്ഭുതത്തെക്കുറിച്ച് ഈ മകൾ സാക്ഷ്യം ഏറ്റുപറഞ്ഞാണ്. രണ്ടാമത്തെ സാക്ഷ്യമാണിത്. ഈ മകൻ ഫ്രാൻസിസ് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ കെമിസ്ട്രി സബ്ജക്റ്റ് മകന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവന് 100-ൽ 90 മാർക്ക് കെമിസ്ട്രിയിൽ കിട്ടിയ വലിയ അത്ഭുത സാക്ഷ്യത്തെക്കുറിച്ചായിരുന്നു മകൻ സാക്ഷ്യപ്പെടുത്തിയത്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ മകൻ ഏറ്റെടുത്ത ഒരു വലിയ ദൗത്യം, വചനങ്ങളിലൂടെ ഈശോയെ പ്രാപിക്കുക എന്ന വലിയ ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഈ മകൻ ഏറ്റെടുത്തത്. യുവാക്കൾക്ക് വളരെ ചലഞ്ചാകുന്ന ഒരു സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. പല അമ്മമാരും മാതാപിതാക്കളും വന്ന് പറയുന്ന ഒരു കംപ്ലയിൻ്റ് ഇതാണ്: അവർ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, അത് കാരണം അവർക്ക് രാവിലെ എണീക്കാൻ സമയമില്ല, അല്ലെങ്കിൽ അവർ ട്യൂഷന് പോവുകയാണ്. അവൻ +2 പഠിച്ചു കഴിഞ്ഞ് അവൻ എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുകയാണ്. ഈ മകൻ എൻട്രൻസ് എക്സാമിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇൻ്റർവ്യൂവിന് ചെന്ന എല്ലാ അനുഭവങ്ങളും നമ്മോട് വിവരിക്കുകയുണ്ടായി. അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ടാണ്, കാശുരുമ്പ് പിടിച്ചുകൊണ്ട് അവിടെ ചെന്ന് വിശുദ്ധമായ ഉപ്പ്, ഉടമ്പടി വസ്തുക്കൾ കൃത്യമായി ഉപയോഗിച്ച് ഈ വളരെ രക്തം തുളയ്ക്കുന്ന ഈ പ്രായത്തിൽ തന്നെ ഈശോയെ ഏറ്റുപറയാനുള്ള ഈ മകൻ്റെ ഈ വലിയ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഈ വലിയ ഒരു സംരംഭം ഇവിടെ വിജയിക്കുന്നു. ഇനിയുള്ള ഈ മകൻ്റെ ഒരു മെഡിസിന് പഠിക്കുമ്പോഴുള്ള ഒരു വലിയ ദൗത്യത്തിലേക്ക്, ജീവിതത്തിലേക്ക് മകൻ കാലെടുത്ത് വയ്ക്കുമ്പോൾ സത്യമായും പരിശുദ്ധ അമ്മ ഈ മകന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഈ കുടുംബം നൽകുന്ന, മാതാപിതാക്കളും സഹോദരങ്ങളും നൽകുന്ന വളരെ സ്നേഹത്തിൻ്റെയും പരിശുദ്ധിയുടെയും ഒക്കെ വിശുദ്ധമായ ജീവിതത്തിൻ്റെ ഒരു മാതൃക ഈ മക്കളെ ഏറ്റെടുക്കുകയാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധ അമ്മ കൂടെ നടക്കുകയാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ എല്ലാ അസാധ്യതകളെയും സാധ്യതകളാക്കുന്ന ഒരു സാക്ഷ്യമാണിത്. ഈ മകനെ സാധിക്കാതിരുന്ന, എനിക്ക് സാധിക്കില്ലല്ലോ, എനിക്ക് സാധിക്കുമോ എന്നൊക്കെ സംശയിക്കുന്നിടത്തെല്ലാം ധൈര്യത്തിൻ്റെ ഒരു വലിയ അരൂപിയെ നൽകുന്ന ഒരു വലിയ സാക്ഷ്യത്തിന് നാം ഇപ്പോൾ ഏറ്റുപറയുന്ന ഒരു സാക്ഷ്യത്തിന് നാം സാക്ഷ്യം വഹിക്കുന്ന ഒരു വലിയ അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇവർക്ക് നമുക്ക് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഒരു 25 സാക്ഷ്യം ഒരു ദിവസമുണ്ടെങ്കിൽ അതിലൊരു 20 സാക്ഷ്യമെങ്കിലും നമുക്ക് കേൾക്കാൻ സാധിക്കും. ഞങ്ങൾക്കൊരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു പോറൽ പോലും സംഭവിച്ചില്ല എന്ന് നാം എപ്പോഴും കേൾക്കുന്നുണ്ട്. ഈ കുടുംബത്തിന് അങ്ങനെ തന്നെയാണ് ഒരു വലിയ സാക്ഷ്യം ഏറ്റു പറയാനുള്ളത്. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അത് കാലുകൾ മാത്രമേ നാം കാണുകയുള്ളൂ, അല്ലെങ്കിൽ തലകൾ മാത്രമേ നാം കാണുകയുള്ളൂ. അങ്ങനെ ഒരു തിരക്കുള്ള അവസ്ഥയിലാണ് ഇവർക്കൊരു ആക്സിഡൻറ്റ് പറ്റിയത്. ഒരു പൊടി പോലും ജീവൻ
തിരിച്ചു കിട്ടുമോ എന്ന് ഭയമുള്ള ഒരവസ്ഥയിലുള്ള ഒരു ആക്സിഡൻ്റാണ്. പക്ഷേ മകൾ ഏറ്റുപറയുന്നു, ഞങ്ങൾക്കൊരു പോറൽ പോലും സംഭവിച്ചില്ല. അതാണ് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമുക്ക് നൽകുന്നത്. ഇന്ന് അച്ഛൻ വിശുദ്ധ ബലിയുടെ സമയത്ത് നമ്മൾ സെർമൺ സമയത്ത് പറയുകയായിരുന്നു, നാം അനുഗ്രഹങ്ങൾ പ്രാപിക്കുക മാത്രമല്ല കൃപകളിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്ന് നമുക്ക് അഭിഷേകം ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്, അഭിഷേകത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ ഇവർക്ക് വലിയ കൃപകൾ ലഭിച്ച ഈ മകൾ ലിജി ഒരു മതാധ്യാപിക കൂടിയാണ്. അതുപോലെ തന്നെ കുട്ടികളെ ഓൾട്ടർ ബോയ്സിനെ എല്ലാം ഒരുക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ മക്കളെ എങ്ങനെ ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുവരണമെന്ന ആ ഒരു വലിയ ജീവിത പദ്ധതിക്ക് പരിശുദ്ധ അമ്മയിൽ നിന്ന് പഠിക്കുകയാണ്. ഓരോ യുവത്വം എങ്ങനെ വളർത്തണമെന്നുള്ളത് നമുക്കിതിൽ നിന്നെല്ലാം ഏറ്റുവാങ്ങുകയും പഠിക്കുകയും ചെയ്യാം. ജീവകാരുണ്യ പ്രവൃത്തികളെല്ലാം ചെയ്യുമ്പോൾ തന്നെ ജീവൻ തുടിക്കുന്ന അനുഭവങ്ങൾ അഖണ്ഡ ജപമാലയിലൂടെയും വലിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഈശോയെ കുറിച്ച് സംസാരിക്കാനുള്ള വലിയ സാധ്യതകൾ ഉണ്ടാക്കുന്ന ഈ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.